ഇനി കരാർ ഒപ്പിട്ടിട്ട് എന്താണ് കാര്യം? യാഥാർത്ഥ്യമാണ് പ്രധാനം. അമേരിക്കൻ സേനാതാവളങ്ങൾ പരമാവധി ആ പ്രദേശത്ത് കുറച്ചുകൊണ്ട് വരിക, ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സഹകരിക്കുക, ഏകോപനത്തോടെ പോവുക. അല്ലാതെ UAE ഒപ്പക്കിൽ നിന്ന് വിട്ടുപോകുന്നു, സൗദിയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ മൂപ്പിളവ തർക്കങ്ങളുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ ഗൾഫ് രാജ്യങ്ങളുടെ ഏകോപനം, GCC മാത്രമല്ല അറബ് ലീഗിന്റെ ഏകോപനം, ഇതൊക്കെ ഇപ്പോൾ മരീചികയായി നിൽക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയും ഇസ്രയേലും ഒരു വശത്തും ഇറാൻ എതിർഭാഗത്തുമായി നടക്കുന്ന യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണോ? അങ്ങനെ ചോദിക്കാൻ കാരണം, കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസത്തെ യുദ്ധം ആരംഭിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച ഫലവത്താകുമെന്ന സ്ഥിതിയിലാണ്. അന്ന് ആദ്യം ഇസ്രയേലും പിന്നാലെ അമേരിക്കയും ഇറാനെ ആക്രമിച്ചു. ഈ വർഷം ഫെബ്രുവരി 28-ന് ചർച്ചകളോട് അനുകൂലമായ നിലപാടെടുത്തതോടെയാണ് ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചത്. ഇപ്പോൾ ചർച്ചകൾ ഏറെക്കുറെ ഫലപ്രദമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുമ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തവണ വിഷയം ഇറാനോ ഇറാന്റെ ആണവ പദ്ധതിയോ അല്ല. ഇറാന്റെ സുഹൃത്തുക്കൾ അഥവാ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളകളുടെ രാജ്യമായ ലെബനന് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണമാണ് വിഷയമായിരിക്കുന്നത്. ലെബനനെ ആക്രമിച്ചാൽ കണ്ടിരിക്കില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഇസ്രയേൽ ആക്രമിച്ചു. പ്രതീക്ഷിച്ച പോലെ ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തി. തിരിച്ചടി വേണ്ട, കരാർ ഒരെണ്ണം ഒപ്പിടാനുണ്ട് എന്ന് ട്രംപ് ഇസ്രയേലിനോട് പറഞ്ഞതാണ്. പക്ഷേ ട്രംപിനെ അവഗണിച്ച് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തി. ഇനി എന്ത് സംഭവിക്കും? സമാധാനം അകലെയാണോ? സമാധാനം വരുന്നത് ഒരു വലിയ വില കൊടുത്തുകൊണ്ടാവും. പീസ് കംസ് അറ്റ് എ പ്രൈസ്. ഇത് പറയാനുള്ള പ്രധാന കാരണം, ഈ കഴിഞ്ഞ വർഷം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ 2025 12 ദിവസം യുദ്ധം ചെയ്യുന്നു. പെട്ടെന്ന് നാടകീയമായ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കുന്നു. വീണ്ടും ചർച്ചയുടെ ഇടയിലാണ് യുദ്ധമുണ്ടായത് എന്ന് തോർക്കണം. 4 റൗണ്ട് ചർച്ചകൾ നടക്കുകയായിരുന്നു, അതിനിടയിലാണ് യുദ്ധമുണ്ടായത്. ഒമാൻ മധ്യസ്ഥതയിൽ ചർച്ച, അതിനിടയിൽ യുദ്ധം. സമാനമായ സാഹചര്യത്തിൽ വീണ്ടും ആണവ ചർച്ചകൾ ഒരു പരിസമാപ്തിയിലെത്തുന്നു എന്ന ചിന്ത വന്നപ്പോഴാണ് വീണ്ടും ഫെബ്രുവരി 28, 2026 യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞ, ആക്രമണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായി ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം ചർച്ചയുടെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. എന്തിനാണ് ചർച്ച? 1993 സദ്ദാം ഹുസൈനെ ആക്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? 2003 വീണ്ടും ആക്രമണം ഉണ്ടായല്ലോ. അതെന്തിനു വേണ്ടിയായിരുന്നു? രാസായുധങ്ങളും ജൈവായുധങ്ങളും സദ്ദാം ഹുസൈൻ്റെ കൈവശമുണ്ട് ഇറാഖിൽ. ഇറാഖ് ഒരു വലിയ ത്രെട്ടാണ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തങ്ങൾ ആക്രമിച്ചു, കീഴടക്കി, കൈവശം വെച്ചു, കുളമായി. അവസാനം ISISൻ്റെ കയ്യിലേക്ക് പോയി. ഇറാഖിൻ്റെയും സിറിയയുടെയും കണ്ണായ പ്രദേശങ്ങൾ. പിന്നീട് അവരെ ഒന്ന് പുറത്താക്കാൻ സൂചി കൊണ്ട് എടുക്കാവുന്നതിന് തൂമ്പ കൊണ്ടല്ല, JCB കൊണ്ട് എടുക്കേണ്ടി വന്നു എന്നത് ചരിത്രം. അതിനേക്കാൾ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇറാൻ എന്ന രാജ്യം. ഇറാനെതിരെയും ന്യായങ്ങൾ നിരത്താൻ പലതുമുണ്ട്. സെക്യൂരിറ്റി ത്രെട്ട്, ഇസ്രായേൽ അനുഭവിക്കുന്ന സെക്യൂരിറ്റി ത്രെട്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം, 2025 യുദ്ധം. അതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു, പരസ്പരം യുദ്ധം ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഒരു പരസ്പര അനുഷ്ഠാന കല എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സമാധാനം പുലർന്നാൽ പോരല്ലോ. ഇടയ്ക്ക് 2 മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന രീതിയിൽ ഒരു ആക്രമണം, ചുമ്മാ ഒരു ആക്രമണം എന്നതാണോ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം? അതോ കൃത്യമായ പദ്ധതി, ഈ ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും കൃത്യമായ പദ്ധതി ഉണ്ടോ എന്നതാണ് ചോദ്യം. ചർച്ചകളുടെ പ്രസക്തി എന്ത് എന്നതും എന്നോട് ചോദിച്ചിരുന്നു. ചർച്ചകൾക്ക് പ്രസക്തിയില്ല, തീരുമാനങ്ങൾക്കാണ് പ്രസക്തി. ചർച്ചകളിലൂടെയാണോ തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അങ്ങനെ അല്ല തീരുമാനം കൈക്കൊള്ളപ്പെടുക. തീരുമാനം കൈക്കൊള്ളപ്പെടുന്നത് ഒരു നിശ്ചിത അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ there is a point of no return എന്ന് 2 കൂട്ടരും, ഇറാൻ പക്ഷവും അമേരിക്ക ഇസ്രായേൽ പക്ഷവും ചിന്തിക്കുമ്പോൾ, എന്നാൽ പിന്നെ കരാറെങ്കിൽ കരാർ. ഇതൊരു തരം അവസാനം വരെ ഒന്ന് പിടിച്ചു നോക്കുകയാണ്, ഒന്ന് മുട്ടി നോക്കുകയാണ്, എത്രത്തോളം മുന്നോട്ട് പോകാനാവും. ഇപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി, പൂർണ്ണമായി ഇറാനെ തകർത്ത് ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റി ആ പുതിയ ഭരണകൂടവുമായി ഒരു ഡീലിലെത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം കരയുദ്ധത്തിലൂടെ അല്ലാതെ ഒരു ഭരണകൂടത്തെ മാറ്റാനാവില്ല. ഇപ്പോൾ കരയുദ്ധം
ഹമാസിനെതിരെ കരയുദ്ധം നടത്തി ഈ ഗാസയിൽ ഉൾപ്പെടെ പൂർണ്ണമായ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇത്രയും ചെറിയൊരു സ്ഥലമാണ്, കേവലം 390 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയിൽ പോലും പൂർണ്ണമായി ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഇടത്ത് നിർത്തിയില്ല എങ്കിൽ ഇസ്രായേലിൻ്റെ തന്നെ 74 ഇരട്ടി വലിപ്പമുള്ള ഇറാനെ കരയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി ഓരോ മുക്കും മൂലയും ചെന്ന് പിടിച്ച് എന്നിട്ട് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റി സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, അവസാനം ഒന്ന് ആഞ്ഞടിച്ചു നോക്കുക ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്. കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞതാണ്, ഓബ്ലിറ്ററേറ്റഡ്, ആ വാക്കാണ് ട്രംപ് ഉപയോഗിച്ചത്. ഇസ്ഫഹാനിലെയും നഥാൻസിലെയും ഫർദോയിലെയും എല്ലാം ആണവ നിലയങ്ങൾ ചുട്ടു ചാമ്പലാക്കി. ഇറാൻ്റെ മിസൈൽ സിറ്റികളെല്ലാം തകർത്ത് കഴിഞ്ഞു. ഇല്ല, അതിപ്പോഴും ഉണ്ട് എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിന് നേരെ പറത്തിവിട്ട മിസൈലുകൾ, 10-30 മിസൈലുകൾ. അതിൽ പലതും ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു, ചിലതൊക്കെ നാശനഷ്ടങ്ങൾ വിതച്ചു എന്ന് സത്യമാണ്. പക്ഷേ ഇറാൻ സ്റ്റിൽ ഹാസ് ദ കേപ്പബിലിറ്റീസ്. അതുകൊണ്ട് ചർച്ച എന്നത് പ്രഹസനമാണ്. ചർച്ചകൾക്കിടയിലാണ് എപ്പോഴും ആക്രമണം നടന്നത്. ചർച്ച പരാജയപ്പെട്ടിടത്തല്ല, ചർച്ച വലിയ പ്രതീക്ഷ നൽകുമ്പോഴാണ് ആക്രമണം നടന്നത്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി നോക്കൂ, അബ്രഹാമിക കരാറുകളിൽ പല രാജ്യങ്ങൾ എത്തിച്ചേർന്നു. UAE, ബഹ്റൈൻ, അതുപോലെ സുഡാൻ, മൊറോക്കോ, ഈ രാജ്യങ്ങളൊക്കെ അബ്രഹാമിക കരാറുകൾ 2000 എത്തിച്ചേർന്നു. സൗദി അറേബ്യ 2023 അവസാനം അബ്രഹാമിക കരാറുകളിൽ ഇസ്രായേലുമായി എത്തിച്ചേരുന്നു എന്ന പ്രതീതി വന്നപ്പോഴാണ് പെട്ടെന്ന് നാടകീയമായി അത് കലക്കി മറിക്കാൻ വേണ്ടി ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിനെതിരെ വന്നതും അതൊരു വളമായി കണ്ടുകൊണ്ട് ഇസ്രായേൽ ഡിസ്പ്രപ്പോർഷനേറ്റായി ഹമാസിനെതിരെ എന്ന പേരിൽ ഗാസയെ കംപ്ലീറ്റ്ലി ഡെസിമേറ്റഡ് ആക്കിയതും അതിൻ്റെ ഫലമായിട്ടാണ്. ആരും ചർച്ചകളോ സമാധാനമോ കരാറോ ആഗ്രഹിക്കുന്നില്ല എന്നതിന് മറ്റുദാഹരണങ്ങൾ തേടി പോകേണ്ടതുണ്ടോ? കരാറുകളുടെ കാര്യമല്ലേ ചോദിച്ചത്? പറയാം. കരാറുകൾ 1917 ബാൽഫോർ ഡിക്ലറേഷൻ, അതാണല്ലോ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വിത്തുകൾ പാകിയത് ബ്രിട്ടീഷുകാരാണല്ലോ, ബാൽഫോർ ഡിക്ലറേഷനിലൂടെ. അതിൽ വന്ന ഒരു രാജ്യം, അതിൻ്റെ ഫലമായി 1948 ഉദ്ഭവിച്ച രാജ്യം, ആ രാജ്യം എത്ര കരാറുകൾ പിന്നീട് കണ്ടു. 1978 ഇസ്രായേൽ ഈജിപ്റ്റ് കരാർ, അത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി മെനച്ചൻ ബെഗിനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തും തമ്മിൽ എത്തിച്ചേർന്ന കരാറാണ്. ഈ ഒരു കരാർ അംഗീകരിക്കപ്പെട്ടോ? ഈജിപ്തിനെ പ്ലക്കേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അറബി ഇസ്രായേലി വൈരം പല രൂപത്തിൽ പല രീതിയിൽ തുടർന്നു. അത് പലസ്തീൻ ഒരു മുഖമായി മാറി, അറബി ഇസ്രായേൽ പോരാട്ടത്തിൻ്റെ ഒരു സിംബോളിക് ജസ്റ്ററായി മാറി പലസ്തീൻ. അറബികളെല്ലാം മാറി നിന്ന് ചിരിച്ചു, പലസ്തീൻ മാത്രം സഫർ ചെയ്തു. ഇതാണല്ലോ സത്യം. അതുകൊണ്ട് കരാറ്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് പോലും തൽക്കാലത്തേക്ക് ഈജിപ്തിനെയും ഇസ്രായേലിനെയും ഒന്ന് മെരുക്കി നിർത്തി എന്നതല്ലാതെ അതിൽ കൂടുതൽ സമാധാനം ഉണ്ടാക്കിയല്ലോ. നടക്കാനാണെങ്കിൽ സമാധാനം, അടിസ്ഥാന വിഷയം പലസ്തീനാണല്ലോ. പലസ്തീൻ കോസ് ഈ ആകമാന വിഷയത്തിൻ്റെ, ഈ പശ്ചിമേഷ്യയിലെ എല്ലാ വിഷയത്തിൻ്റെയും റൂട്ട് കോസ് ഈസ് ദി സെൽഫ് ഡിറ്റർമിനേഷൻ ഫോർ പാലസ്തീൻ. പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശം അത് ഇസ്രായേൽ അംഗീകരിക്കുന്നത് വരെ, ഇസ്രായേൽ എന്ന രാജ്യത്തെ പലസ്തീൻ ജനതയും അറബി രാജ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ ഈ പ്രശ്നം തുടരും. അങ്ങനെയെങ്കിൽ 1993 ഓസ്ലോ കരാർ, 93 95 ഓസ്ലോ കരാർ, അതിനെന്ത് സംഭവിച്ചു? പേപ്പറിൽ ഒതുങ്ങിയതല്ലാതെ അതനുസരിച്ച് പാലസ്തീൻ രാഷ്ട്രം എന്ന രൂപം കൊണ്ടില്ലല്ലോ. പാലസ്തീൻ രാഷ്ട്രം എന്ന രൂപത്തിൽ വെസ്റ്റ് ബാങ്ക്, ഗാസ അതെല്ലാം വന്നു. 2006 ഗാസ ഒരു പുതിയ ഭരണകൂടത്തിലേക്ക്, ഹമാസിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ഇറാന്റെ സഹായത്തോടെ അവർ പിന്നെ വളർന്നു വരുന്നു. അപ്പോൾ കരാർ അവിടെയും ഒരു ഗുണവും ഉണ്ടായില്ല. ഓസ്ലോ കരാറുകൾക്ക് യാതൊരു പ്രഭാവവും ചെലുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് കരാറുകളുണ്ടായി. ഈ ഒബാമയുടെ കാലത്ത് ഒരു കരാറുണ്ടായില്ലേ, ആണവ കരാറുണ്ടായില്ലേ? ഇറാനും അമേരിക്കയും ചേർന്നൊരു ആണവ കരാർ എത്തിച്ചേർന്നു. അതിന് റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ചൈനയും എല്ലാം തന്നെ ആണവ രാജ്യങ്ങളാണ്. അവരുടെ എല്ലാം സാക്ഷിത്വത്തോടുകൂടി, സാക്ഷി പദവിയോടുകൂടി ഒരു കരാറിൽ എത്തിച്ചേർന്നു. പുല്ല് വിലയെങ്കിലും കൊടുത്തു അമേരിക്ക. ട്രംപ് അധികാരത്തിൽ വന്നു, എടുത്ത് തോട്ടിൽ കളഞ്ഞില്ലേ അന്നത്തെ 2015 ആണവ കരാർ, എടുത്ത് കളഞ്ഞില്ലേ 2017 ഡൊണാൾഡ് ട്രംപ്. ഇതൊക്കെയാണ് സത്യം. അതുമാത്രമല്ല, ഇറാനും സൗദിയും തമ്മിലൊരു കരാർ ഒപ്പിട്ടു 2023 ഇതൊക്കെ തുടങ്ങുന്ന തൊട്ട് മുൻപാണ്. അത് ചൈനയുടെ മധ്യസ്ഥതയിൽ, ചൈന സഹായിച്ച് അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ച്, അമേരിക്ക അത് അറിഞ്ഞ മട്ടേ കട്ടിയില്ല. അത് നിർണായകമായൊരു കരാറാണ്. പക്ഷേ ഷിയ സുന്നി ലോകം തമ്മിൽ ഒന്നിക്കുന്നു, അല്ലെങ്കിൽ യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തി ചരിത്രപരമായ വൈരം ഉപേക്ഷിക്കുന്നുവെന്ന് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ കരാർ ഒപ്പിട്ടില്ലേ? എന്നിട്ടെന്തായി?
ഇപ്പോൾ ഇറാൻ സൗദിയെയും സൗദി അമേരിക്കൻ താവളങ്ങളെ സഹായിച്ചുകൊണ്ട് ഇറാനെയും ഒക്കെ നേരിടാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ കരാറുകളുടെ പ്രസക്തി എന്ത്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി കരാർ ഒപ്പിട്ടിട്ട് എന്താണ് കാര്യം? യാഥാർത്ഥ്യമാണ് പ്രധാനം. അമേരിക്കൻ സേനാ താവളങ്ങൾ പരമാവധി ആ പ്രദേശത്ത് കുറച്ചുകൊണ്ട് വരിക, ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സഹകരിക്കുക, ഏകോപനത്തോടെ പോവുക. അല്ലാതെ UAE ഒപ്പക്കിൽ നിന്ന് വിട്ടുപോകുന്നു, സൗദിയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ മൂപ്പിളവ തർക്കങ്ങളുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ ഗൾഫ് രാജ്യങ്ങളുടെ ഏകോപനം, GCC മാത്രമല്ല അറബ് ലീഗിൻ്റെ ഏകോപനം, ഇതൊക്കെ ഇപ്പോൾ മരീചികയായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ വേണ്ടത് ബാഹ്യശക്തികൾ. ഇസ്രയേലിനെ വിട്ടോളൂ. ഇസ്രയേൽ ഒരു രീതിയിലും അറബ് രാജ്യങ്ങൾക്കെതിരെ ഇപ്പോൾ നിൽക്കില്ല. വിശാല ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, ഗൾഫ് ഇസ്രയേൽ അറബ് രാജ്യങ്ങളെ ഇപ്പോൾ തൊടാൻ ഒരു രീതിയിലും സാധ്യത കാണുന്നില്ല. ഇസ്രയേൽ വിൽ ബി ടേണിംഗ് ദെയർ ഗൺസ് ഓൺലി അഗൻസ്റ്റ് ഇറാൻ അൾട്ടിമേറ്റ്ലി. കാരണം ഇറാൻ മാത്രമാണ് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിലോ ഇസ്രയേൽ സ്കീം ഓഫ് തിങ്സിലോ ഇല്ലാത്തത്. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ UAE ഉൾപ്പെടെ ഇസ്രയേലിൻ്റെ സുരക്ഷാ കവചം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ അമേരിക്കയും ആ രീതിയിൽ കൈവിടില്ല, ഇസ്രയേലിനെ കൈവിടില്ല. പക്ഷേ അമേരിക്ക അവിടെ ഉള്ളിടത്തോളം കാലം ഇറാൻ നിലനിന്നാൽ, നിരന്തരം കരാറിൽ ഒപ്പിട്ടാലും ശരി, നാളുകളിൽ ആക്രമണം ഉണ്ടാകാം എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കരാറിൽ വലിയ കാര്യമില്ല എന്നതാണ് എൻ്റെ പക്ഷം. പക്ഷേ ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു കരാറുണ്ട്. അതൊരു ബെഞ്ച് മാർക്കായി മാറും, അതൊരു റെഫറൻസ് പോയിൻ്റായി മാറും. അതിലെ ലിഖിതങ്ങൾക്ക് വിലയുണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് ഈ രാജ്യങ്ങൾ പെരുമാറണം. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ ട്രംപ് പ്രപ്പോസ് ചെയ്യുന്ന ഇറാനുമായി എത്തിച്ചേരുമെന്ന് കരുതപ്പെടുന്ന കരാറ് വെറും കടലാസ് കഷ്ണം മാത്രമായി അവശേഷിക്കും എന്നതാണ് എൻ്റെ ചിന്ത. ഓക്കെ, എന്തായാലും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനായിരിക്കുമോ എന്ന കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.